15 ആളുകൾ 2 പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ബന്ധു ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാൽ പോലും അവർ ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ചോദിക്കുന്നത്. പേരെന്തായിരുന്നു? പേര് യൂനസ്. യൂനസിന്റെ ബന്ധുക്കൾ എല്ലാവരും മണ്ണിനടിയിലാണ്. എല്ലാവരും പോയി. തിരിച്ചറിഞ്ഞു. ഒരാൾ തിരിച്ചറിഞ്ഞു, അവൻ്റെ 2 കുട്ടികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാൾ നിലമ്പൂരിൽ നിന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. 2 മക്കളെയും നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ബോഡി കിട്ടാനുള്ള നടപടിക്കായി കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി അവൻ്റെ വാപ്പ, ഉമ്മ, അവൻ്റെ ഏട്ടൻ, 2 മക്കൾ, അവൻ്റെ ഭാര്യയൊന്നും കിട്ടിയിട്ടില്ല. എവിടെയാണ്? ചൂരമല സ്കൂൾ റോഡിന്, ഹൈസ്കൂൾ റോഡിന് വീടിനടുത്ത്. എൻ്റെ വീടും ഒരു 3 വീട് അവിടെ ഉള്ളു, ബാക്കി എല്ലാവരും പോയി. അതെ 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 കാട്ടിലൂടെ കയറി പുറത്ത് ചാടിയതാ. ഞായറാഴ്ച ഇതേപോലെ തന്നെ പുഴയിലൊക്കെ വെള്ളം വന്നിരുന്നു. അന്ന് ഇവൻ എന്നെ വിളിച്ചിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു 3 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു കയറി. തിങ്കളാഴ്ച ഇതേപോലെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവൻ്റെ വിളി വരുന്നില്ല. അപ്പോൾ ഇവന് വിളിക്കുമ്പോൾ ഇവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്, ഫാമിലിയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ബ്ലോക്കായി പോയി, അങ്ങോട്ട് പോകാൻ പറ്റാതെ ഞങ്ങൾ കാട്ടിലൂടെ ഫാമിലി അടക്കം കയറി വേറൊരു ഭാഗത്തേക്ക് മാറിയതാണ്. രാവിലെയാണ് പിന്നെ ഇവിടെ എത്തുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. ഞാൻ ഇവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. തിരിച്ചറിഞ്ഞു. അവൻ്റെ 2 മക്കളെയും പിന്നെ അവൻ്റെ ഏട്ടനെയും തിരിച്ചറിഞ്ഞു. ഭാര്യയും അവൻ്റെ വാപ്പ, ഉമ്മ, ഏട്ടൻ, 2 മക്കള്. എൻ്റെ അടുത്ത സുഹൃത്തും അയൽവാസി, എൻ്റെ വാപ്പാൻ്റെ ഏട്ടൻ്റെ മോളെ മോന്. ക്ഷമിക്കണം കേട്ടോ ശരത്, ഇതാണ് അവസ്ഥ. യൂനസ് ഇത് പറയാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണ്. ആളുകൾ സ്വന്തക്കാർ ആകരുതേ എന്ന് ആഗ്രഹിക്കുമ്പോഴും അവരെ തിരിച്ചറിയാൻ വേണ്ടി വരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. യാഥാർത്ഥ്യത്തെ നേരിട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും 15 മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതിൽ 2 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ 2 കുട്ടികളെ തിരിച്ചറിയാൻ സാധിച്ചു. ഇപ്പോൾ യൂനസ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരാളെയും 2 കുട്ടികളെയും തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ എല്ലാ മൃതദേഹവും ഇവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു സ്കൂൾ തന്നെ മോർച്ചറിയുടെ രൂപത്തിലേക്ക് മാറ്റാൻ ഇന്ന് ഉച്ചയോടുകൂടി മാറ്റേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒരു ക്യാമ്പ് നടത്തുന്നതിനോടൊപ്പം തന്നെ അതേസമയം തന്നെ ഇങ്ങനെ മൃതദേഹം തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കാനുള്ള മോർച്ചറിയും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സജ്ജീകരിച്ചിരുന്നു എന്നുള്ളതാണ് ശരത് പറയാനുള്ളത്.